നമസ്കാരം, അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കഴുത്തിന് ആരെങ്കിലും ഇരു കൈകൾ കൊണ്ടും മുറുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിദ്യയാണ്. ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് അഭിഷേകാണ്. അപ്പോൾ നമ്മുടെ കഴുത്തിന് ഈ ഒരു രീതിയിൽ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല സിറ്റുവേഷനുകളിലും നമ്മൾ പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുട്ടുകൊണ്ട് ആളെ തട്ടി ആക്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുതുകിൽ നമുക്ക് തേറ്റ കൈ കൊണ്ട് പ്രയോഗങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിലും മറ്റ് രീതിയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ തൊഴുകൈ എന്നാണ് ഇത് പറയാറ്. അപ്പോൾ തൊഴുകൈ തന്നെ ഒരുപാട് വിദ്യകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ നമ്മൾ പിടിച്ച ഇടത് കൈയുടെ മുകളിൽ കൂടി നമ്മൾ വലത് കൈ കയറ്റി ഇടത് കൈയുടെ അടിയിൽ കൂടി നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അതിൽ തന്നെ തട്ടുകയും ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പിടിച്ച ഇരു കൈകളുടെയും ഇടയിൽ കൂടിയാണ് നമ്മൾ വലത് കൈ നമ്മൾ കയറ്റുന്നത്. എന്നതിന് ശേഷം ഈ എതിരാളിയുടെ വലത് കൈയുടെ അടിയിൽ കൂടി നമ്മൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്ക്, അതായത് ഏത് ഭാഗത്താണോ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഇടത് കൈയാണ് കടത്തുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഇടത് വശത്തേക്കും, അതുപോലെ തന്നെ വലത് കൈയാണ് നമ്മൾ കടത്തുന്നതെങ്കിൽ നമ്മുടെ വലത് വശത്തേക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ചരിക്കുന്ന സമയത്ത് തന്നെ ഇത് കൂട്ടി നമ്മൾ പിടിക്കുന്നുണ്ട്. ഇരു കൈകൾ നമ്മൾ കൂട്ടി പിടിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പ്രയോഗങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കടത്തി ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത്. കാരണം എതിരാളി നമ്മുടെ ഒരു കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കും. പിന്നെ മാത്രമല്ല നമ്മളുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കായിരിക്കണം നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഒഴിവുകളും മാത്രമല്ല നമുക്ക് നേരെയുള്ള ഒരുപാട് ആക്രമണങ്ങൾക്കും എതിരാളിക്ക് നടത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് അത് പെട്ടെന്നായിരിക്കണം. പ്രയോഗം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്ത് എടുക്കണം. അപ്പോൾ പ്രയോഗത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്ന സമയത്ത് തന്നെ മുട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റു രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ എതിരാളിക്ക് കഴിയും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അറ്റാക്ക് നമ്മൾ ചെയ്തിരിക്കണം. എല്ലാ വിദ്യകളും നമുക്ക് ഒരുപോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എതിരാളിയുടെ ഒരു ആരോഗ്യം അത് പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ പരിശീലിച്ച് വെച്ച വിദ്യകളിൽ ഏത് വിദ്യയാണോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക എന്ന് നോക്കി അത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ വിദ്യകളും നമ്മൾ പഠിച്ചു വെക്കണം. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.